ഇന്നത്തെ എൻ്റെ വീഡിയോ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, കുഞ്ഞുങ്ങളെ നോക്കുന്ന അമ്മമാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മുടെ അമ്മമാരുടെ ഏറ്റവും വലിയൊരു ടാസ്ക്കാണ്, അമ്മമാരുടെ മാത്രമല്ല അപ്പന്മാരുടെ ആണെങ്കിൽ ഏറ്റവും വലിയൊരു ടാസ്ക്കാണ് കുഞ്ഞുങ്ങളെ ഫുഡ് കഴിപ്പിക്കുക എന്നുള്ളത് അല്ലേ. നമുക്ക് ക്ഷമ കെട്ടു പോകുന്ന ഒരു സാഹചര്യമാണ് ഈ കുട്ടികളെ ഫുഡ് കഴിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് ഈ സ്നാക്സും ബേക്കറിയൊക്കെ ആണെങ്കിൽ അവരെ നിർബന്ധിക്കേണ്ട കാര്യമേ ഇല്ല, അവർ തന്നെ അത് തീർത്തോളും. നമ്മൾ ഒരു രീതിയിൽ അവരെ കമ്പനി ചെയ്യണ്ട. പക്ഷേ ഹെൽത്തി ഫുഡ് കഴിക്കാൻ നല്ല രീതിയിൽ നമ്മൾ പണിപ്പെട്ടാൽ ഒരു വായെങ്കിലും ഒരു കഴിക്കത്തുള്ളൂ അല്ലേ. അപ്പോൾ ഫുഡ് കഴിക്കാത്ത കുഞ്ഞുങ്ങളെ എങ്ങനെ ഫുഡ് കഴിപ്പിക്കുക എന്നുള്ളതാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് അങ്ങനെ ഭയങ്കര പേരൻറ്റിങ് ടിപ്സ് ഒന്നും അറിയാവുന്ന ഒരാളൊന്നും അല്ല. പക്ഷേ എനിക്ക് അനുഭവമുള്ള എൻ്റെ ലൈഫിൽ ചെയ്ത് സക്സസ് ആയ 1-2 ട്രിക്സാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണണേ. അപ്പോൾ ഫസ്റ്റ് എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ. മൂത്താൾക്ക് 6 വയസ്സും ഇളയാൾക്ക് 3 വയസ്സും. മൂത്തയാൾ മോനും ഇളയാൾ മോളും കേട്ടോ. അപ്പോൾ 2 പേരെയും ഫുഡ് കഴിപ്പിക്കാനുള്ളത് ഇച്ചിരി ടാസ്ക്കുള്ള പണി തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്നാക്സ് മാത്രം സ്നേഹിക്കുകയും ഹെൽത്തി ഫുഡ് വെറുക്കുകയും ചെയ്ത 2 കുഞ്ഞുങ്ങളെയാണ് ദൈവം എനിക്കും തന്നത്. അപ്പോൾ അവരെ നമുക്ക് ഹെൽത്തി ഫുഡ് കഴിച്ച് ഹെൽത്തി പേഴ്സൺസ് ആക്കണ്ടേ. അപ്പോൾ ഞങ്ങൾ അതിന് വേണ്ടി ചെയ്ത ട്രിക്ക്, സത്യം പറഞ്ഞാൽ ഈ ടിപ്സ് എൻ്റെ ഒന്നുമല്ല കേട്ടോ, എൻ്റെ ഹസ്ബൻഡിൻ്റെയാണ്. ഈ ഫുഡ് കൊടുക്കുന്ന കാര്യത്തിൽ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ക്ഷമയൊന്നുമില്ല. ഇപ്പോൾ ഞാനൊരു മുട്ട കൊടുത്തിട്ട് അവൻ കഴിച്ചില്ലെന്നുണ്ടെങ്കിൽ ഞാൻ ആ മുട്ട വേറെ ഏതെങ്കിലും ഫോമിലാക്കി കൊടുക്കും. അല്ലാതെ ആ മുട്ട പുഴുങ്ങിയത് ഞാൻ അങ്ങനെ കഴിപ്പിക്കാൻ ശ്രമിക്കും. അവനെ വഴക്ക് പറഞ്ഞ് അടിച്ച് കരയിപ്പിച്ച് കഴിക്കത്തില്ല. കാരണം എനിക്ക് അങ്ങനെ കഴിപ്പിക്കുന്നതിനോട് താല്പര്യമില്ല. എൻ്റെ ഹസ്ബൻഡ് എങ്ങനെയാണെന്ന് അറിയാമോ, പുള്ളി വഴക്ക് പറഞ്ഞ് അടിച്ചൊക്കെ ആണെങ്കിൽ എങ്ങനെയെങ്കിലും അവനെ കൊണ്ട് കഴിപ്പിക്കും. പക്ഷെ അങ്ങനെ കഴിപ്പിക്കുന്ന ഫുഡ് അവരുടെ ശരീരത്തിൽ പിടിക്കത്ത് പോലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അതുകൊണ്ട് നമ്മൾ കഴിവതും കുഞ്ഞുങ്ങളെ ഫുഡ് അവരെ എൻജോയ് ചെയ്യുന്ന രീതിയിൽ തന്നെ ഫുഡ് കൊടുക്കാൻ ശ്രമിക്കുക, അവരെ കരയിപ്പിക്കാതെ. അപ്പോൾ നമുക്ക് പരീക്ഷിക്കാൻ പറ്റുന്ന ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് അറിയാമോ, എൻ്റെ ഹസ്ബൻഡിൻ്റെ ടിപ്പാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് മുട്ട കൊടുക്കുമ്പോൾ കുഞ്ഞ് മുട്ട കഴിക്കത്തില്ല എന്ന് വിചാരിച്ചു, ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാം, നമ്മൾ കഴിച്ച് കാണിക്കണം. നമ്മൾ കഴിക്കുമ്പം നമ്മുടെ ആ ഫുഡ് നന്നായിട്ട് ആസ്വദിച്ചു, എന്തോ ഭയങ്കര ടേസ്റ്റുള്ള സാധനമാണ് ഈ മുട്ട എന്ന് പറഞ്ഞാൽ എന്തൊരു ടേസ്റ്റാണ്. നമ്മളങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ കൊതി പിടിപ്പിക്കണം. നമ്മുടെ ഫ്രണ്ടിൽ നിൽക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെ ഇങ്ങനെ കൊതിപ്പിക്കണം, അവർക്കത് ഒരു ബൈറ്റെങ്കിലും കഴിക്കാൻ തോന്നണം. അങ്ങനെ രീതിയിൽ നമ്മളിതിനെ അഭിനയിച്ച് ആ ടേസ്റ്റും ആ കൊതിയൊക്കെ ഇങ്ങനെ അങ്ങോട്ട് കഴിക്കുന്ന കാണുമ്പോൾ കുട്ടികൾ എന്ത് വിചാരിക്കുന്നു, ഭയങ്കര സംഭവമാണ് ഈ മുട്ട, നല്ല ടേസ്റ്റാണ്, പപ്പ പറഞ്ഞല്ലോ നല്ല ടേസ്റ്റാണ്, എന്നാൽ പിന്നെ നമുക്കൊരു ടേസ്റ്റ്, ഒരു ബൈറ്റെങ്കിലും അവരെന്തായാലും കഴിക്കും കേട്ടോ. നമ്മളിങ്ങനെ ആസ്വദിച്ച് കൊതി പിടിപ്പിച്ച് കഴിക്കുമ്പോൾ അവരൊരു ബൈറ്റ് കഴിക്കും. അപ്പം നമ്മൾ എന്ത് ഫുഡ് കഴിച്ചാലും കുഞ്ഞുങ്ങളെ നിർബന്ധിച്ച് കഴിപ്പിക്കുന്നതിന് പകരം നമ്മൾ ജസ്റ്റ് ഒന്ന് കഴിച്ച് കാണിക്കുക. ശരിക്കും എന്താണ് ഈ ഫുഡിൻ്റെ ടേസ്റ്റ്, ഭയങ്കര ടേസ്റ്റാണ്, ഭയങ്കര യമ്മിയാണ് എന്നൊക്കെ പറഞ്ഞ് അവരെ അങ്ങ് കൊതിപ്പിച്ച് കഴിപ്പിക്കുക. തീർച്ചയായിട്ടും അവർ കുറച്ചെങ്കിലും കഴിക്കും. ഫുള്ളൊന്നും ചിലപ്പോൾ അവർ കഴിക്കും. അങ്ങനെ കഴിച്ച് അവർ ഓട്ടോമാറ്റിക്കലി ഫുള്ളായിട്ട് കഴിക്കുന്ന ഒരു ലെവലിലേക്ക് എത്തും. ഫസ്റ്റ് ടിപ്പ് നിങ്ങൾക്ക് മനസ്സിലായോ? ഇനി രണ്ടാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു രസകരമായ ഒരു ടിപ്പാണിത് കേട്ടോ. ഇത് ശരിക്കും ഞങ്ങളുടെ വീട്ടിൽ നടന്ന് വലിച്ച് സക്സസ്ഫുള്ളായിട്ടുള്ളൊരു ടിപ്പാണിത്. എൻ്റെ മോനാണെങ്കിൽ മുട്ട എന്ന് പറഞ്ഞ സാധനം കണ്ണെടുത്താൽ കണ്ടുവിടും. അവൻ മുട്ട പപ്സിലെ മുട്ട പോലും കഴിക്കത്തില്ല, അത്രയ്ക്ക് വെറുപ്പാണ് അവന് മുട്ടയോട് കേട്ടോ. അപ്പോൾ അവനെ മുട്ട കഴിപ്പിക്കാൻ വേണ്ടി ആദ്യമൊക്കെ വഴക്ക് പറഞ്ഞു അടിച്ചൊക്കെ ഹസ്ബൻഡ് കഴിപ്പിക്കുമായിരുന്നു. പിന്നെ ഹസ്ബൻഡ് കണ്ടെത്തിയ ഒരു പുതിയ മാർഗ്ഗം എന്ന് പറഞ്ഞാൽ, ഹസ്ബൻഡ് ഇങ്ങനെ മുട്ട കാണിച്ചു പോയി, പപ്പ ഭയങ്കര സ്ട്രോങ് ആയി, പപ്പയ്ക്ക് മസിൽ വന്നു കൊണ്ടോ, എന്നിട്ട് ഇങ്ങനെ കസേരയൊക്കെ ഇങ്ങനെ പൊക്കി കാണിക്കും, എന്തെങ്കിലും വെയിറ്റുള്ള സാധനമൊക്കെ ഇങ്ങനെ പൊക്കി കാണിക്കും കൊണ്ടോ, മുട്ട കഴിച്ച് പപ്പ സ്ട്രോങ് ആയത് കണ്ടോ, ഏത്തപ്പഴം കഴിച്ചിട്ട് പപ്പ സ്ട്രോങ് ആയുണ്ടോ, പപ്പയ്ക്ക് ഇനി ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും, ചാടാൻ പറ്റും, ഓടി മേളിലോട്ട് കയറാൻ പറ്റും, എന്തെല്ലാം ചെയ്യാൻ പറ്റും, പപ്പ ഭയങ്കര സ്ട്രോങ് ആയി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എൻ്റെ മോൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ തെളിയും. ഈ മുട്ട കഴിക്കുമ്പോഴത്തേക്ക് ഇത്രയൊക്കെ പറ്റുമോ? അവൻ്റെ കുഞ്ഞു മനസ്സിലവൻ അതൊക്കെ ചിന്തിക്കും. കാരണം അതുവരെ മുട്ട കൊടുത്താലും വേണ്ട എന്ന് പറയുന്നത് പിറ്റേന്ന് രാവിലെ എൻ്റെ അടുത്ത് വന്നു, അമ്മ എനിക്കൊരു മുട്ട തരുമോ? ഞാൻ ദൈവം ഇവൻ എന്ത് പറ്റി, ഇവൻ്റെ കിളി വല്ലതും പോയോ, എന്ത് പറ്റി, നിനക്ക് മുട്ട വേണോ? അമ്മ എനിക്കൊരു മുട്ട താമേ, എനിക്ക് തരുമല്ലോ അമ്മ മുട്ട, ഒരു മുട്ട താമേ. അപ്പം ഞാൻ വിചാരിച്ചു എന്താണ് നമുക്കറിയത്തില്ല. എന്തായാലും ഞാൻ കൊടുത്തു. സംഭവം ആശാൻ കഴിച്ച് മുട്ട മൊത്തം അങ്ങ് താഴെ വയറ്റിൽ ചെല്ലുന്നതിന് മുമ്പേ അമ്മ കണ്ടോ മസിൽ കണ്ടോ, ഞാൻ സ്ട്രോങ് ആയമ്മേ, പപ്പയുടെ കണക്ക് എനിക്ക് വലിയ മസിൽ വന്നമ്മേ. എന്നിട്ട് ഈ കസേരയൊക്കെ ഇങ്ങനെ പോകും. കസേര തന്നെ പറ്റില്ല, കുഞ്ഞ് കസേര ഉണ്ടല്ലോ, ഈ കുഞ്ഞു പിള്ളേരിരിക്കുന്ന ചെറിയ ചെയർ കാണുമല്ലോ, അതിൻ്റെ ചെയറൊക്കെ ഇങ്ങനെ അങ്ങ് പൊക്കും. എന്നിട്ടാണെങ്കിൽ വെയിറ്റുള്ള സാധനമൊക്കെ ഇങ്ങനെ എടുക്കും. ജുവൽ അവൻ്റെ അനിയത്തി ഉണ്ട് കേട്ടോ, കുഞ്ഞ്, അവളെ ഇങ്ങനെ പൊക്കും. ഭയങ്കര സ്ട്രോങ് ആയി കണ്ടോ, ഞാൻ മുട്ട കഴിച്ചപ്പോൾ സ്ട്രോങ് ആയി, പഴം കഴിച്ച് സ്ട്രോങ് ആവും, അങ്ങനെ ഞാൻ എങ്ങനെ സൂപ്പർമാൻ്റെ കണക്കാവും. അപ്പോൾ പപ്പ പറഞ്ഞിട്ടുണ്ട് സൂപ്പർ ഫുഡ് കഴിച്ചാൽ എന്ത് ചെയ്യും, സൂപ്പർമാൻ ആകുമെന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ അതിൻ്റെ എന്താണ് ആ ഫുഡ് കൊണ്ട് നമ്മുടെ ശരീരത്തെ ഫുഡ് വരുമ്പോൾ എന്താവും, നമ്മൾ സ്ട്രോങ് ആവും, നമ്മൾ ഹെൽത്തി ആവും, നമ്മൾ സൂപ്പർമാനെ പോലെ ആവും, അല്ലെങ്കിൽ അവർക്ക് ഏത് കാർട്ടൂൺ പേഴ്സൺ ആണോ അതേപോലൊക്കെ ആവും എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്. പ്രത്യേകിച്ച് ഈ ആൺപിള്ളേരെ നമുക്ക് ശരിക്കും അങ്ങൊരു കാര്യത്തിൽ കറക്റ്റ് എടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ മസിൽ വരും എന്നൊക്കെ പറയുമ്പോൾ ആൺപിള്ളേർ അമ്മ എനിക്ക് കാലിലും കയ്യിലും ഇവിടെ
നല്ല മസിലാമ്മ, എനിക്ക് ഭയങ്കര മസിലായ അമ്മ, എന്തുവാ മുട്ട കഴിക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ പഴം കഴിക്കുന്നതുകൊണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങളുടെ മൈൻഡിൽ അതങ്ങ് തറയ്ക്കും. പിന്നെ പറയുന്നത് എന്തുവാ, പപ്പ പറഞ്ഞിട്ടുണ്ട് ഡേറ്റ്സ് കഴിച്ചാൽ മസിൽ വരും, സ്ട്രോങ് ആവും, പപ്പ പറഞ്ഞിട്ടുണ്ട് നട്ട്സ് കഴിച്ചാൽ മസിൽ വരുമെന്ന്. അപ്പോൾ അവൻ്റെ മൈൻഡിൽ ഇപ്പോൾ അതാണ്. അതുകൊണ്ട് ഞാൻ നിർബന്ധിക്കാതെ തന്നെ അവൻ എന്ത് ഫുഡും ഇപ്പോൾ കഴിക്കും കേട്ടോ. പിന്നെ മോളുടെ കാര്യത്തിൽ പെൺപിള്ളേർ കുറച്ച് ബ്യൂട്ടി കോൺഷ്യസ് ആയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയും. ഈ മുട്ട കഴിച്ചാലേ നല്ല സുന്ദരിയാവും, ഡേറ്റ്സ് കുഞ്ഞിന് ഇഷ്ടമല്ല കേട്ടോ. അവളിങ്ങനെ വായിൽ ഒട്ടിപ്പിടിക്കുന്ന പറഞ്ഞാൽ ഡേറ്റ്സ് കഴിക്കത്തില്ല മോള്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ, ഡേറ്റ്സ് കഴിച്ചാൽ നമ്മൾ നല്ല സുന്ദരിയാവും, നമുക്ക് സുന്ദരി കണ്ണ് വരും, സുന്ദരി മൂക്ക് വരും, പിന്നെ മുടിയൊക്കെ താഴെ വരെ മുടി വരും, നമുക്ക് ഇങ്ങനെ കെട്ടിക്കൊണ്ട് പോകണ്ടേ, കൊമ്പ് കെട്ടിക്കൊണ്ട് പോകണ്ടേ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അവൾ വിചാരിക്കും എനിക്ക് അംഗൻവാടിയിലെ ചേച്ചിമാരെ പോലെ സുന്ദരി ആവണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും, അവളും അത് കഴിക്കും. ശരിക്കും പറഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടാത്ത ഫുഡാണെങ്കിൽ അവരെന്ത് ചെയ്യും, അവർക്ക് മറ്റൊരു കാര്യം നേടാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും, അത് ആസ്വദിച്ച് കഴിക്കും. കുഞ്ഞുങ്ങളെ കൊണ്ട് അടിച്ചും കരയിപ്പിച്ചും വഴക്കുണ്ടാക്കി കഴിക്കുന്നതിനേക്കാൾ എന്ത് നല്ലതാണ് ഇങ്ങനെ കുറച്ചൊക്കെ നമ്മൾ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ എന്ത് ചെയ്യണം, അഭിനയിക്കണം. ഒന്ന് ക്രിയേറ്റീവായിട്ടൊക്കെ ചിന്തിച്ച് അവരുടെ മുമ്പിൽ അഭിനയിച്ച് അവരുടെ കൂടെ കളിച്ച് ഇൻട്രാക്ട് ചെയ്ത് നമ്മൾ ഫുഡ് കഴിപ്പിച്ച് എന്ത് ചെയ്യും, കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത ഫുഡാണെങ്കിൽ അത് രസകരമായിട്ട് കഴിക്കും. അപ്പം നിങ്ങൾ ഈ 2 ടിപ്സ്, ഫസ്റ്റ് പറഞ്ഞ ടിപ്പ് ഏതാണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, ഏതാ, അഭിനയിച്ച് കാണിക്കണം. കഴിക്കുന്നത് കഴിച്ചിട്ട് അതിൻ്റെ ടേസ്റ്റ് അതിനൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ അഭിനയിച്ച് കാണിക്കും, അവർക്കൊരു ഇൻട്രസ്റ്റ് എന്തായാലും ഉണ്ടാവും. രണ്ടാമത്തെ ടിപ്പ് എന്താ, അത് കഴിച്ചാലുള്ള ഗുണങ്ങളെക്കുറിച്ച്, നമ്മൾ സ്ട്രോങ് ആവും, മസിൽ വരും. ആൺപിള്ളേരാണെങ്കിൽ മസിൽ വരും എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. പെൺകുട്ടികളാണെങ്കിൽ ബ്യൂട്ടി കോൺഷ്യസ് ആയതുകൊണ്ട് കുറച്ച് സൗന്ദര്യം വരും എന്നൊക്കെ പറഞ്ഞാൽ, മുടി വരും എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് ഭയങ്കര സന്തോഷം. അപ്പോൾ എന്ത് ചെയ്യാം, ഈ 2 ടിപ്സ് ഉപയോഗിച്ച് നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ തീർച്ചയായിട്ടും ഫുഡ് കഴിപ്പിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ 2 ടിപ്പും ട്രൈ ചെയ്തിട്ട് സക്സസ്ഫുൾ ആയോ ഇല്ലയോ എന്ന് കമൻറ്റ് ബോക്സിൽ പറയണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് പേരൻറ്റിങ് അങ്ങനത്തെ സംഭവം ഒന്നുമല്ല, എൻ്റെ ലൈഫിൽ ഞാൻ ആപ്ലിക്കബിളായി സക്സസ് ആയ ഒരു കാര്യമാണ് കേട്ടോ ഈ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.